യാ ഇബാദുള്ളയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആണല്ലോ ഇവിടെ ചർച്ച ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ തർക്കമില്ലാത്തിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഉമർമൗലവി എഴുതി, സൽസബിൽ വന്നു, അതുപോലെ തന്നെ പിന്നെ ഷബാബിൽ വന്നു, ഒന്നും ആർക്കും തർക്കമില്ല. അപ്പം തർക്കം ഉണ്ടാക്കണം ചില ആൾക്കാർക്ക് ആഗ്രഹം. അപ്പം ചില ആൾക്കാർ പറയാണ് യാ ഇബാദൊന്ന് ചർച്ച ചെയ്യണം, നമ്മൾ ആ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളെ കേട്ടോളി. ജബ്ബാർ മൗലവി എന്നല്ലോ കേട്ടോ പറഞ്ഞ്, ശരിക്കും കേട്ടോളി ആരാണ്. എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് അയ്നുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. മതി. അപ്പൊ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഈ സംഗതികളൊക്കെ എഴുതി, ജബ്ബാർ മൗലവി എഴുതി, പിന്നെ ചെറിയ മുണ്ട് എഴുതി, അതുപോലെ തന്നെ ഉമർ മൗലവി സൽസബിൽ എഴുതി. അന്നൊന്നും പ്രശ്നമല്ല. അപ്പൊ ഇനി പ്രശ്നം ഉണ്ടാക്കണം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. അപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് ചർച്ചയാകണം. അപ്പൊ ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്, എന്ത്, ഈ പുളിക്കലിൽ ജാമിയ സലഫിയിൽ നടക്കുന്ന KJUവിന്റെ ദൗറകളിൽ ആ വിഷയം ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തു. അവസാനം ചർച്ച ചെയ്ത് അവസാനം അത് ശിർക്കാക്കി. അങ്ങനെ ശിർക്കാക്കി മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞ മറുപടികളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ മറുപടികളുണ്ട്. അബ്ദുറഹ്മാൻ സലഫി നീട്ടിപ്പരത്തി ജിദ്ദ എന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം എല്ലായിടത്തും പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി എല്ലാം ഒറ്റയടിക്കാണ്ട് ഒഴിവാക്കിയിട്ട് ഇത് ശിർക്കാണെന്നാണ് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനും ഇതിൻ്റെ ഉള്ള ആളുകളെ കുറച്ച് ആൾക്കാരെ ഉള്ളിൽ പുറത്തേക്ക് ആക്കാനും കഴിയും. അതിനുള്ള ഏറ്റവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പുളിക്കൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കാമ മിണ്ടിയിട്ടില്ല.